you're given, that's how we live it. Don't be mad at the system, it's simply how we've existed. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് എപ്പോൾ? ഉത്തരം നവംബർ 14-ന്. രണ്ടാമത്തെ ചോദ്യം, നെഹ്റു ജനിച്ച വർഷമേത്? ഉത്തരം 1887-ൽ. മൂന്നാമത്തെ ചോദ്യം, ആഗോള ശിശുദിനം എപ്പോഴാണ്? ഉത്തരം നവംബർ 20-ന്. നാലാമത്തെ ചോദ്യം, ജവഹർ എന്ന പദത്തിൻ്റെ അർത്ഥം എന്ത്? രത്നം. അഞ്ചാമത്തെ ചോദ്യം, നെഹ്റുവിൻ്റെ അച്ഛൻ്റെ പേരെന്ത്? ഉത്തരം മോത്തിലാൽ നെഹ്റു. ആറാമത്തെ ചോദ്യം, നെഹ്റുവിൻ്റെ അമ്മയുടെ പേരെന്താണ്? ഉത്തരം സ്വരൂപ് റാണി. ഏഴാമത്തെ ചോദ്യം, നെഹ്റുവിൻ്റെ ഭാര്യയുടെ പേരെന്താണ്? ഉത്തരം കമല കൗൾ. എട്ടാമത്തെ ചോദ്യം, നെഹ്റുവിൻ്റെ സഹോദരങ്ങളുടെ പേരെന്താണ്? ഉത്തരം വിജയലക്ഷ്മി പണ്ഡിറ്റ്, കൃഷ്ണ ഹരി സിംഗ്. ഒമ്പതാമത്തെ ചോദ്യം, നെഹ്റുവിന് ഏതു വർഷമാണ് ഭാരത് രത്നം അവാർഡ് നൽകിയത്? ഉത്തരം 1995-ൽ. പത്താമത്തെ ചോദ്യം, നെഹ്റുവിന് കുട്ടികൾ നൽകിയ ഓമന പേരെന്ത്? ഉത്തരം ചാച്ചാജി. 11ാമത്തെ ചോദ്യം, നെഹ്റു ജയന്തി ആഘോഷിക്കപ്പെടുന്നത് ഏതു പേരിലാണ്? ഉത്തരം ശിശുദിനം. 12ാമത്തെ ചോദ്യം, നെഹ്റുവിൻ്റെ മകളുടെ പേര്? ഉത്തരം ഇന്ദിരാഗാന്ധി. 13ാമത്തെ ചോദ്യം, നെഹ്റു ബാരിസ്റ്റർ ബിരുദം നേടിയത് എവിടെ നിന്ന്? ഉത്തരം ലണ്ടൻ. 14ാമത്തെ ചോദ്യം, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ആരുടെ കൃതിയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. 15ാമത്തെ ചോദ്യം, നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 16, നെഹ്റു ജനിച്ച സ്ഥലം? ഉത്തരം അലഹാബാദ്. പുതിയ പേര് പ്രയാഗ്രാജ്. 17ാമത്തെ ചോദ്യം, ഗാന്ധിജിയെ പറ്റിയുള്ള നെഹ്റുവിൻ്റെ കൃതിയുടെ പേര്? ഉത്തരം മഹാത്മാഗാന്ധി. 18ാമത്തെ ചോദ്യം, എത്ര വർഷമാണ് നെഹ്റു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത്? 17 വർഷം. 19ാമത്തെ ചോദ്യം, നെഹ്റുവിൻ്റെ ആത്മകഥയുടെ പേര്? ഇന്ത്യയെ കണ്ടെത്തൽ. അവസാനത്തെ ചോദ്യം, നെഹ്റു അന്തരിച്ചതെന്ന്? ഉത്തരം 1964 മെയ് 27-ന്.